കോൺജറിംഗ് ഫ്രാഞ്ചൈസിലെ ലാസ്റ്റ് പാർട്ടായിട്ടുള്ള കോൺജറിംഗ് ദി ലാസ്റ്റ് റൈസ് ഇന്നലെ റിലീസായി. നമ്മളിപ്പോ പൊതുവെ ഒരു ആളോട് ഹോളിവുഡിൽ നിന്ന് ഒരു ഹൊറർ മൂവി പറയാൻ പറഞ്ഞാൽ നമ്മൾ മിക്കവരും പറയുന്നത് ഈ കോൺജറിംഗ്. അപ്പൊ തന്നെ ലാസ്റ്റ് പാർട്ട് ആവുമ്പോൾ നമ്മൾ എല്ലാവരും അത്രയും എക്സ്പെക്ടേഷൻ വെച്ചിട്ടാ കാണാൻ പോകും. പക്ഷെ എന്താ ആക്ച്വലി സംഭവിച്ചെന്ന് അറിയോ? കോൺജറിംഗ് തേർഡ് പാർട്ടും അതുപോലെ നണ്ടും അതുപോലെ തന്നെ നമ്മുടെ ഒരു മൂവിയുടെ ഉണ്ട്, പക്ഷെ അതെനിക്ക് വലുതായിട്ട് അറിയത്തില്ല. മീൻസ് ഞാൻ കണ്ടിട്ടില്ല. 2019 ലാ കേഴ്സ് ഓഫ് ലാ ലോറൻ. ഓക്കെ, ആ മൂവി അതെന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടില്ല. ഈ മൂവീസ് മൂന്നും ഡയറക്ട് ചെയ്തത് ഈ സെയിം ആളാ, നമ്മുടെ ഈ കോൺജറിംഗ് 4 ഡയറക്ടർ സെയിം ആളാ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഫൈനൽ പാർട്ട് സംതിങ് നമ്മൾ ഒരു സംഭവത്തിലേക്ക് എക്സ്പെക്ട് ചെയ്യും. ബട്ട് ഈ മൂവി എന്ന് പറയുമ്പോൾ കണ്ടോണ്ടിരിക്കാൻ ബോറായിട്ടൊന്നും തോന്നിയില്ല. സെയിം ടെംപ്ലേറ്റില്ല ഈ സംഭവം പോകുന്നത്. ലൈക്ക് അവരൊരു ഇതായിട്ടുള്ള ഒരു മീൻസ് ഹോണ്ടഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ഹെൽപ്പ് ചെയ്യുന്നു, ആ സെയിം പരിപാടി. നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സ് ആയ എഡ് വാരന്റെയും ലോറൻ വാരന്റെയും ഒക്കെ ഫാമിലി ബേസ് ചെയ്ത് ഇങ്ങനെ പോകുന്ന ഇത്തവണത്തെ സ്റ്റോറി. പിന്നെ നമ്മുടെ ഈ സ്കേറി പാർട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ സ്കേറി പാർട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ പതിവിൽ വിപരീതമായി ഒന്നും തന്നെ ഇല്ല. മാത്രമല്ല ജംസ്കേഴ്സും അവിടെ ഇവിടെ ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് പല സീൻസിൽ ആ ഒരു ടെൻഷൻ ഫീൽ ചെയ്യും. ബട്ട് പേടിക്കുമെന്ന് വെച്ചാൽ പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ വെച്ചിട്ടാണെങ്കിൽ ഒരു സീൻ ഉണ്ടായിരുന്നു. അത് ഞാൻ പേടിച്ചതാണോ അത് എൻ്റെ അടുത്തിരുന്ന ആള് പേടിച്ച് വിളിക്കുന്ന കേട്ടിട്ട് ഞാൻ പേടിച്ചതാണോ എനിക്കറിയില്ല. ഓക്കെ, ആർക്കും ഏതെങ്കിലും തോന്നുന്നെങ്കിൽ അതിൽ എന്തെങ്കിലും തോന്നും എന്നാണ് ഇത് മനസ്സിലാക്കുന്നത്. പിന്നെ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഇവരുടെ ലാസ്റ്റ് കേസ് തന്നെയാണ്. കാരണം ഇവര് ഇനി കേസൊന്നും എടുക്കുന്നില്ല, പീസ്ഫുള്ളി ഒരു ലൈഫ് നയിക്കാം എന്ന് തീരുമാനിക്കുമ്പോൾ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ കൊണ്ട് ഇവർ പുതിയതായിട്ട് ഒരു കേസായിട്ട് എടുക്കേണ്ടി വരിക. അപ്പോൾ അത് ആക്ച്വലി ഇവരുടെ പാസ്റ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ ഇത്രയാണ് ഒന്ന് ഓവറോൾ പറഞ്ഞത്. സ്പോയിലർ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമുക്ക് പലതും ഓൾറെഡി നമ്മൾ കാണുമ്പോഴേ ഈ സാധനം നമുക്ക് മിസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. ജസ്റ്റ് ട്രെയിലർ കണ്ടാലും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അത് കണക്റ്റാണ്. പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ കാരണം ഇവര് ടെക്നിക്കൽ വൈസ് ഹോളിവുഡ് മൂവിയാണ്, പെർഫെക്റ്റ് ആയിരിക്കും. ബട്ട് സ്റ്റിൽ എനിക്ക് കുറച്ചുകൂടെ എടുത്ത് പറയണമെന്ന് തോന്നി. ഇവര് ഈ പാസ്റ്റേജ് കാണിക്കുന്നുണ്ട്. ലൈക്ക് ജൂഡിനെ ഡെലിവറി ചെയ്യുന്ന ആ ടൈം. ഓക്കെ, അപ്പോൾ അവർ ആ ഒരു ഏജ് പിന്നെ നമ്മുടെ കറന്റ് സ്റ്റോറി നടക്കുന്നത് 1964 ആണ്. അപ്പോൾ ആ ഒരു ഏജും തമ്മിലുള്ള ഡിഫറൻസും ആ ഒരു സംഭവം അവർ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് ലൗക്കിൻ അതായത് വിക്ടോറിയ സീരീസിലെ ആളാ ലോറൻ വാരന്റെ യങ് ഏജ് ചെയ്തേക്കുന്ന ആളെ കണ്ടപ്പോൾ എനിക്ക് ചെറിയ ഒരു ഹാപ്പിനെസ് ഒക്കെ തോന്നി. അത് ജസ്റ്റ് ഓപ്പണിംഗ് സീനാ, ബട്ട് അത് നല്ല രസമായിരുന്നു. മീൻസ് രസമൊന്നുമല്ല, അത് ലൈക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു പെർഫെക്റ്റ് സ്റ്റാർട്ടിങ് പോലെ സംഭവമായിരുന്നു. മാത്രമല്ല അതിലെ കുറച്ച് സീൻസ് ഒക്കെ ഇമോഷണലി നമുക്കൂടെ കണക്ട് ആവുന്ന കുറച്ച് സീൻസ് ഉണ്ട്. പിന്നെ കോൺജറിംഗ് ഫ്രാഞ്ചൈസിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർട്ടാ. സോ നിങ്ങൾക്ക് കാണാം തിയേറ്ററിൽ. ഇതിന് OTT വന്ന് കണ്ടിട്ടും വലിയതായിട്ട് ഇമ്പാക്ട് തോന്നുന്നില്ല. ജസ്റ്റ് അറ്റ്ലീസ്റ്റ് തിയേറ്ററിൽ പോയിരുന്നു കാണാം. ഐമാക്സിലൊക്കെ കാണേണ്ട സംഭവമായിരുന്നു എന്നൊക്കെ പറയുന്നത്. ബട്ട് ഐമാക്സിൽ കാണേണ്ടതുണ്ടോ ചോദിച്ചാൽ ഓക്കെ. പിന്നെ കുറച്ച് നൊസ്റ്റാൾജിക് ടൈപ്പ് ഓഫ് മൊമെന്റ്സ് ഉണ്ട് ഈ മൂവിയിൽ. അത് നിങ്ങൾ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക, അത് ഇഷ്ടപ്പെടും. ഇൻ കേസ് ഒരാൾ ഈ കോൺജറിംഗ് ഫ്രാഞ്ചൈസിലെ കാണുന്ന ഒരു മൂവി ഇതാണെങ്കിൽ അയാൾക്ക് ഇഷ്ടപ്പെടും, അഫ്കോഴ്സ് ഇഷ്ടപ്പെടും. ബാക്കി നമ്മളെന്താ കണ്ടു വന്നവരാ, അപ്പോൾ അതുകൊണ്ടാണ് ഡൈജസ്റ്റ് പാട് വരുന്നത്. ബാക്കി ഇഷ്യൂസ് ഒന്നുമില്ല. നിങ്ങൾ പോയി കാണുന്നെങ്കിൽ കണ്ടിരിക്കുന്ന നല്ല ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടും. പിന്നെ നല്ല ക്രൗഡിൻ്റെ കൂടെ ഒക്കെ കാണുക. ഇതിന്റെ ക്രൗഡൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങേയറ്റമായിരുന്നു. പിന്നെ നിങ്ങൾക്ക് പേടിക്കണം എന്നുള്ളവരാണെങ്കിൽ ഞാനൊരു 2 മൂവി പെട്ടെന്ന് സജസ്റ്റ് ചെയ്യാം. ഇപ്പൊ എൻ്റെ ഓർമ്മ വന്നതുകൊണ്ടാണ്. ഒന്നാമത്തത് നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള ഭൂതകാലം. അത് വൺ ഓഫ് ദ ബെസ്റ്റ് ഹൊറർ മൂവീസ് ആണ്. നിങ്ങൾ അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഭയങ്കര ഒരു മിസ്സിംഗ് ആണ് ആ സാധനം. നിങ്ങൾ അത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനം. പിന്നെ ഉള്ളത് ആദ്യം പക്ഷെ അതിൽ കുറച്ച് ലാഗ് ആയിരിക്കും. അത് നമ്മളൊന്ന് ആ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആ ഒരു ടൈമേ എടുക്കുന്നുള്ളൂ. ഒരുപാട് നേരമൊന്നുമില്ല ആ മൂവി. ജസ്റ്റ് കണ്ടു നോക്കുക, ഇഷ്ടപ്പെടും. പിന്നെ ഉള്ളത് നമ്മുടെ ഈ വർഷം തന്നെ ഇറങ്ങി ബ്രിങ് ബാക്ക്, അതൊന്ന് കണ്ടു നോക്കുക. A24 അപ്പോൾ മിനിമം ഗ്യാരണ്ടി ഉണ്ട്. പിന്നെ നിങ്ങൾ ഓൾറെഡി കോൺജറിംഗ് ലാസ്റ്റ് റൈസ് കണ്ടവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തിരിക്കുക. അപ്പോൾ എനിക്കറിയാൻ പറ്റും ബാക്കി കാണുന്നവർക്കും ഒന്ന് ഹെൽപ്ഫുൾ ആയിരിക്കും അത്. ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.
നാളെ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കാണാം.